മണ്ണിനോട് പൊരുതി വിജയം കൈവരിച്ചയാളാണ് കരിവള്ളൂർ പുത്തൂരിലെ തോട്ടോൻ പ്രഭാകരൻ. ദീർഘനാളത്തെ ഗൾഫ് വാസത്തിനു ശേഷം നാട്ടിലെത്തിയ പ്രഭാകരൻ 7 ഏക്കറിൽ പൊന്നു വിളയിക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ കണ്ടത്. കൃഷിയോടുള്ള തന്റെ പ്രണയത്തിന് വിശ്രമമില്ലെന്ന് തെളിയിക്കുകയാണ് കരിവള്ളൂർ പുത്തൂരിലെ തോട്ടോൻ പ്രഭാകരൻ. 2 പതിറ്റാണ്ടുകാലത്തെ ഗൾഫ് വാസത്തിനു ശേഷം മടങ്ങിയെത്തിയ പ്രഭാകരൻ കൃഷിയിലേക്കാണ് തിരിഞ്ഞത്. ഇന്ന് 7 ഏക്കറോളം സ്ഥലത്ത് പൊന്നു വിളയിക്കുന്നു ഇദ്ദേഹം. പരമ്പരാഗതമായ കൃഷിരീതിയിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാത്തരം രീതികളും ഇവിടെ പരീക്ഷിക്കപ്പെടുന്നു. തെങ്ങ്, കവുങ്ങ്, മീൻ, കോഴി, കുരുമുളക്, പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ തുടങ്ങി എല്ലാം ഇവിടെയുണ്ട്. രാവിലെ തന്നെ പ്രഭാകരൻ കൃഷിയിടത്തിലെത്തും. വൈകുന്നേരമാണ് മടക്കം. ഇതിനിടയിൽ ഭക്ഷണം കൊണ്ട് ഭാര്യ രാധയെത്തും. രാധയും കൃഷിക്കാര്യങ്ങളിൽ പ്രഭാകരനെ സഹായിക്കുന്നു. ചക്ക പാഴാക്കി കളയുന്നതിനെപ്പറ്റി വ്യാപകമായ പരാതി എല്ലാ സീസണിലും ഉയരാറുണ്ട്. ഇവിടെയും പ്രഭാകരൻ മാതൃകയാണ്. കഴിഞ്ഞ ചക്കക്കാലത്ത് ചക്കയും ചക്കപ്പൂതലും ഒന്നൊഴിയാതെ പ്രഭാകരൻ വിറ്റഴിച്ചു. കൃഷി ലാഭകരമല്ലെന്ന് പറയാൻ പ്രഭാകരൻ തയ്യാറല്ല. മറിച്ച് അതേറെ ആദായകരമാണെന്ന് സ്വന്തം അനുഭവത്തിൽ തെളിയിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങിയ ഒരു കൃഷി ഫാം വിസിറ്റിംഗ് കിട്ടിയാലും ഈ കൃഷി രീതി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്ത ഒരു സിസ്റ്റമായി. ഇപ്പം ഞാൻ ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളം കയറ്റി ഇറക്കി ചെയ്യുന്നതിന് അതെനിക്ക് അത്ര ഇതായില്ല. ഇതിൽ മോട്ടർ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. എനിക്കിവിടെ ഇപ്പോൾ എനിക്കും ഭാര്യയ്ക്കും കൂടെ ഒരു 7 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പോൾ ഒരു 4 ഏക്കർ റബ്ബറായിരുന്നു നല്ല മണ്ണിൻ്റെ സ്ഥലം. ബാക്കിയുള്ളൊരു 3 ഏക്കറാണ് തരിശായിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് പ്രവാസിയായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ആ സ്ഥലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്. കുരുമുളക്, കവുങ്ങ്, തെങ്ങുണ്ട്, പച്ചക്കറി, മത്സ്യം, കോഴി, അങ്ങനെയില്ല എല്ലാ കൃഷിയും ഞാൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കൃഷി നഷ്ടം എന്ന് പറയുന്നത് തെറ്റാണ്. കൃഷി നല്ലൊരു മനസ്സിനൊരു സംതൃപ്തിയാണ്. അത് നമുക്ക് എത്ര പൈസ കൊടുത്താലും കിട്ടില്ല. അതാണ് എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അതേമാതിരി വളം ചെയ്യുന്നതിന് എനിക്കൊരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് ഇടുന്നത്. നട്ടുനനച്ച് വിളവെടുക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണെന്ന് ഇദ്ദേഹം പറയുന്നു. നേന്ത്രവാഴയും നാടൻ വാഴയും പശുക്കളുമൊക്കെയായി പ്രഭാകരന്റെ കൃഷിയിടം സജീവമാണ്. ഒപ്പം പ്രഭാകരനും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.